BJP MLA പുതിയ സ്പീക്കർക്ക് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ നടന്ന കോലാഹലങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. നമ്മൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ പോലെ കക്ഷിഭേദം മറന്ന് കേരളത്തിൻ്റെ വളർച്ചയ്ക്കായി ഒന്നിക്കുന്ന MLA-മാരെയാണ്. കേരളത്തിലെ MLA-മാർ പ്രവർത്തിക്കേണ്ടത് കേരളത്തിൻ്റെ മുന്നേറ്റം എന്നൊരു ഒറ്റ അജണ്ടയെ മുൻനിർത്തിയാണ്. അതിന് കക്ഷിഭേദം ഒരു പ്രതിബന്ധമാകാൻ പാടില്ല. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നയങ്ങൾക്കെതിരെയാണ്, വ്യക്തികൾക്കെതിരെയല്ല. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും അവരുടെയൊക്കെ കേരളത്തെ മാത്രം മുൻനിർത്തിയുള്ള പ്രവർത്തനമാണെങ്കിൽ അവരൊക്കെ നമുക്ക് ഒരുപോലെ സ്വീകാര്യരാണ്. എന്തിനാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കക്ഷിഭേദവും കക്ഷി വൈരാഗ്യവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നത്? തങ്ങളുടെ പാർട്ടികളോട് എന്നും കൂറുപുലർത്തുന്ന വലിയൊരു ജനവിഭാഗത്തെ തങ്ങളുടേതു മാത്രമാക്കി എന്നും നിലനിർത്താനുള്ള പാർട്ടികളുടെ ഗൂഢതന്ത്രമാണ് ജനങ്ങളെ വേർതിരിക്കുന്ന ഇത്തരം വ്യത്യസ്തതകളെ സൃഷ്ടിക്കുന്നത്. ഇത്തരം അണികളെ പരസ്പരം കൊല്ലിച്ച് രക്തസാക്ഷികളെ ഉണ്ടാക്കിയാലേ ഇവിടെ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാകൂ, പുതിയ പുന്നപ്പറയും വയലാറും ഒക്കെ ഉണ്ടാകൂ. ജനങ്ങളെ കുരുതി കൊടുക്കുന്ന മതവൈരം പോലൊരു ഉഗ്രവിഷമാണ് ഇത്തരം പാർട്ടി വൈരാഗ്യം. ജനങ്ങൾ കൂടുതൽ പ്രബുദ്ധരാകുമ്പോൾ ഇത്തരം പാർട്ടി ചെങ്ങലകളിൽ തളച്ചിടാൻ അവരെ കിട്ടില്ല. ജീവൻ കളയാൻ മാത്രം മഹത്തരമായൊരു പാർട്ടി ആശയവും ഇല്ലെന്ന് തിരിച്ചറിയുന്ന പ്രബുദ്ധരായ ജനങ്ങൾ അന്ധമായ പാർട്ടി വിശ്വാസത്തിൽ നിന്നും പുറത്തുവന്ന് കൂടുതൽ സ്വതന്ത്രമായ നിലപാടുകൾ കൈക്കൊള്ളുന്നു. അങ്ങനെയാണ് ഒരു ജനാധിപത്യം പക്വമാകുന്നത്. ഒരു നേതാവിനും വിലക്കെടുക്കാൻ കഴിയാത്ത ചിന്തിക്കുന്ന ഒരു ജനസമൂഹം കേരളത്തിൽ ഉണ്ടാകുമ്പോഴേ കേരളത്തിലെ ജനാധിപത്യം പക്വമായെന്നും പൂർണ്ണമായ അർത്ഥത്തിൽ കേരള ജനത പ്രബുദ്ധമായെന്നും പറയാൻ കഴിയും. ജനങ്ങളെ അന്ധമായി വിശ്വസിപ്പിച്ച് പാർട്ടികളും മതങ്ങളും ആളുകൂട്ടുന്നത് ആ ജനസമൂഹത്തിൻ്റെ പിൻബലത്തിൽ അധികാരം കൈക്കലാക്കാനാണ്. അങ്ങനെ ഒരു നേതാവിനും പ്രത്യയശാസ്ത്രത്തിനും പുറകെ പോകാതെ പ്രശ്നങ്ങളിൽ ഓരോന്നിലും സ്വതന്ത്രമായ ചിന്തയിലൂടെ അഭിപ്രായ രൂപീകരണം നടത്തുന്ന സ്വതന്ത്രമായ ഒരു ജനസമൂഹം ഇവിടെ വളർന്നുവെന്നാലേ ഇവിടുത്തെ പാർട്ടി അക്രമങ്ങളും കൊലപാതകങ്ങളും എന്നേക്കുമായി അവസാനിക്കുകയുള്ളൂ. ഇവിടുത്തെ പാർട്ടികളുടെ നേതാക്കൾ സൃഷ്ടിച്ചുവിടുന്ന പാർട്ടി വ്യത്യാസങ്ങൾക്കു പകരം നമ്മൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ മുന്നേറ്റത്തിനു ചുറ്റും അണിനിരന്ന് കൈകോർത്ത് മുന്നോട്ടു നീങ്ങുന്ന പാർട്ടികളുടെ ഒരു വ്യവസ്ഥയെയാണ്. അതിന് പ്രതിബന്ധം ഇവിടുത്തെ പാർട്ടി നേതാക്കളാണ്. ഞങ്ങളുടെ പാർട്ടിയാണ് പാവങ്ങളുടെ കാവൽക്കാരെന്ന് പറഞ്ഞു നടന്നാലേ പാവങ്ങളുടെ വോട്ട് അവരുടെ പെട്ടിയിൽ വീഴൂ. അതിന് അവർ എതിർകക്ഷിയെ വർഗീയവാദികളും ഫാസിസ്റ്റുകളും ഒക്കെയായി ചിത്രീകരിക്കും. അത്തരക്കാരെ തുരത്താൻ കുതിരപ്പുറത്ത് സെയിന്റ് ആന്റണിയെ പോലെത്തുന്നവരാണ് ഞങ്ങളുടെ നേതാക്കളെന്ന് ചിത്രീകരിച്ച് സമൂഹത്തിൽ പാർട്ടി വൈരത്തിൻ്റെ വിഷം കുത്തിവയ്ക്കുന്നു. ഇതേ പാർട്ടിക്കാർ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ഭാര്യയെയും ഭർത്താവിനെയും പോലെ ഒരേ മേൽക്കൂരയുടെ കീഴിൽ ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. എന്തിന്? അധികാരം നേടാൻ. ഇവിടുത്തെ ശത്രുതയും അവിടുത്തെ മിത്രതയും ഒക്കെ വോട്ടു നേടാനുള്ള വെറും അവസരവാദപരമായ തന്ത്രങ്ങൾ മാത്രം. കേരള ജനതയ്ക്ക് ആവശ്യം അത്തരം അവസരവാദപരമായി പെരുമാറുന്ന പാർട്ടികളെയല്ല. എന്ത് നിലപാടുകൾ എവിടെ എടുത്താലും ഇവിടുത്തെ പാർട്ടികളും അതിൻ്റെ ഇവിടുത്തെ നേതാക്കളും കേരളത്തിന് വേണ്ടി മാത്രമായി പ്രവർത്തിക്കും എന്ന പൂർണ്ണ സമർപ്പണം പ്രതിജ്ഞ ചെയ്യുന്ന പാർട്ടികളെയാണ്. തമിഴ്നാട്ടിലെ പോലെ തമിഴരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റെല്ലാം മറന്ന് ഒരു പാർട്ടിയാകുന്ന തമിഴ് ദേശീയ ബോധം പോലെ കേരളത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റെല്ലാം മറന്ന് കേരളത്തിനായി ഒന്നിക്കുന്ന കേരളമെന്ന ദേശീയ ബോധത്തിന് പിന്നിൽ അണിനിരക്കുന്ന പാർട്ടികളാവണം ഇവിടത്തെ ഓരോ കക്ഷിയും. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഇത്തരമൊരു കേരളമെന്ന ദേശീയ ബോധത്തോടെ ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ് നമുക്കാവശ്യം. തമിഴർക്ക് സ്വതസിദ്ധമായി കൈവന്നിരിക്കുന്ന ആ ദേശീയബോധം കേരളീയരുടെ കാര്യത്തിൽ കാണാനേയില്ല. ശ്രീലങ്കയിൽ തമിഴ് പ്രശ്നമുണ്ടായപ്പോൾ അവിടുത്തെ കക്ഷികൾ തമിഴ് ദേശീയ ബോധത്തിൻ്റെ പേരിൽ ശ്രീലങ്കൻ തമിഴർക്കായി പ്രക്ഷോഭം നടത്തി. നമ്മുടെ പ്രവാസി മലയാളികൾക്കായി മലയാളി ദേശീയ ബോധത്തിൻ്റെ പേരിൽ ഒന്നിച്ച് സ്വാഭാവികമായി അണിനിരക്കാൻ ഇവിടുത്തെ കക്ഷികൾ തയ്യാറാവുന്നില്ല.
എന്തിനധികം കടൽക്കൊലക്കേസിൽ കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തമിഴരായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കേസ് ഇതുപോലെ സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധയിൽ നിന്നും അപ്രത്യക്ഷമാകുമായിരുന്നു. തമിഴ്നാട് അവരുടെ മക്കളുടെ രക്തത്തിന് പകരം ചോദിച്ചേനെ. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം കേന്ദ്രം സ്വീകരിക്കുന്ന അയഞ്ഞ നിലപാടിനെതിരെ പ്രക്ഷോഭം നടത്തിയേനെ. അതുപോലെ മുല്ലപ്പെരിയാറിൽ കേരളം ആവശ്യപ്പെടുന്നത് പോലെ ഒരു പുതിയ ഡാം വേണമെന്ന നിലപാട് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചാൽ തമിഴരെല്ലാം കൂടി ആ പാർട്ടിയെ കുഴിച്ചുമൂടും. അതാണ് മലയാളിക്കില്ലാത്ത സ്വന്തം നാട് ആദ്യം എന്ന മലയാളി ദേശീയബോധം. കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ആദ്യം ആവശ്യം ഇത്തരം ഒരു കേരളീയതയിൽ ഉറച്ച, മലയാണ്മയിൽ ഉറച്ച ഒരു ദേശീയബോധമാണ്. പാർട്ടികൾ ഏതായാലും മതമേതായാലും കേരളത്തിൻ്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന ഒന്നിനെയും വച്ചുപൊറിപ്പിക്കാത്ത രൂഢമൂലമായ ഒരു മലയാളി ദേശീയബോധം. അത്തരമൊരു ദേശീയബോധം ഇവിടുത്തെ പണക്കാരനും പാവപ്പെട്ടവനും മുതലാളിക്കും തൊഴിലാളിക്കും ഇവിടുത്തെ സകല പാർട്ടിക്കാർക്കും കേരളത്തിലെ ഓരോ വ്യക്തിക്കും ഉണ്ടായാൽ ഇവിടെ കേരളത്തെ തുരങ്കം വയ്ക്കുന്ന അഴിമതി അവസാനിക്കും. അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണം നിയന്ത്രണത്തിലാവും. കേരളം സമഗ്രമായ വികസന പാതയിൽ മുന്നേറും. ഓരോ മുന്നണിയും അധികാരത്തിൽ വരുമ്പോൾ പഴയ ഭരണത്തിലെ എല്ലാം വലിച്ചെറിഞ്ഞ് എല്ലാം ആദ്യം മുതൽ പുതുതായി തുടങ്ങുന്ന ഇന്നത്തെ സ്ഥിതി അവസാനിക്കും. ഇത്തരം കേരളം എന്ന സമഗ്ര ഭാവനയെ ഉണർത്തി ജനങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുത്താലേ നമുക്ക് വരും കാലങ്ങളിൽ അന്തസ്സോടെ നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അടിയുറച്ച ഒരു മലയാളി സമൂഹമായി മുന്നേറാൻ കഴിയൂ. ഇപ്പോൾ തന്നെ പരമ്പരാഗതമായ സംസ്കാരവും മൂല്യങ്ങളും ആഗോളവൽക്കരണത്തിൻ്റെ കടന്നുകയറ്റത്തിൽ നമ്മൾ വലിച്ചെറിയുകയാണ്. നമുക്ക് ഫാഷനും പുതിയ ആശയങ്ങളും ലോക പൗരത്വവും ഒക്കെയാകാം. അതെല്ലാം മലയാണ്മയെന്ന അന്തസ്സത്തയിൽ അടിയുറച്ചതായിരിക്കണം. നമ്മളെ ലോകത്തെ മറ്റേതൊരു ജനസമൂഹത്തിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ഈ മലയാളിത്തമാണ്. നമ്മുടെ അസ്തിത്വത്തിൻ്റെ മലയാളിത്തമെന്ന അടിസ്ഥാന ശിലയിൽ നിന്നു വേണം ലോകത്തെ നമ്മുടെ ബാക്കി വളർച്ചയൊക്കെ പടുത്തുയർത്താൻ. അതിനായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനമായ കാര്യം മലയാളി എന്ന ഒരൊറ്റ അജണ്ടയ്ക്ക് ചുറ്റും തയ്യാറാക്കുന്ന പ്രവർത്തന പരിപാടികളാണ്. ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ മലയാളി അജണ്ടയെ സ്വമനസാലെ സസന്തോഷം സ്വീകരിക്കുന്നെന്നും അവരുടെ എല്ലാ പ്രവർത്തനവും ഇത്തരമൊരു അജണ്ടയുടെ സഫലീകരണത്തിനുള്ള പരിശ്രമങ്ങൾ ആണെന്നും കേരള ജനതയ്ക്ക് ബോധ്യമായാൽ ഇവിടെ നിലനിൽക്കുന്ന പാർട്ടി വ്യത്യാസങ്ങളും ചേരിതിരിവും അവസാനിക്കും. കേരളം പുരോഗതിയുടെ പാതയിൽ തിരിച്ചെത്തും. ഭരണമുന്നണിയുടെ എല്ലാ നയങ്ങളെയും അകാരണമായി വിമർശിക്കുന്നത് രാഷ്ട്രീയമല്ല, പാർട്ടി സ്വാർത്ഥതയാണ്. ഭരണകക്ഷിയോടൊപ്പം മലയാളി അജണ്ട പങ്കിടുന്ന പ്രതിപക്ഷം ക്രിയാത്മകമായി പ്രതികരിക്കണം. ഭരണകക്ഷിക്ക് വഴിതെറ്റുന്നുണ്ടെങ്കിൽ അവരെ ട്രാക്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വിമർശനം നടത്തണം. രണ്ടു മുന്നണിയുടെയും അജണ്ട മലയാളി അജണ്ടയാണെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ. കേരള സമൂഹം ആഗ്രഹിക്കുന്നത് മുന്നണികൾ ഭരണം മാറി വന്നാലും മലയാളി അജണ്ടയെന്ന ഒരൊറ്റ ട്രാക്കിൽ മുന്നോട്ടു പോകുന്ന കേരളത്തിൻ്റെ സമഗ്ര വികസനമാണ്. ഇന്നത്തെ പാർട്ടി രാഷ്ട്രീയം മലയാളി അജണ്ടയ്ക്കെതിരാണ്. ഞങ്ങളാണ് എതിർ മുന്നണികളെക്കാൾ വലിയ രക്ഷകരെന്ന മാത്സര്യബുദ്ധി വെടിഞ്ഞ് രണ്ടു മുന്നണികളും അതോടൊപ്പം മൂന്നാം മുന്നണിയും മലയാളി എന്ന ദേശീയ ബോധത്തെ വളർത്തിയെടുക്കുന്ന ഒരു മലയാളി അജണ്ടയിലൂടെ പ്രവർത്തിക്കുന്ന കേരളത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ രാഷ്ട്രീയ അജണ്ട സർവാത്മന സ്വീകരിക്കണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം. അത്തരമൊരു മറ്റെന്തിനേക്കാളും മുന്നിൽ നിൽക്കുന്ന ഒരു ദേശീയ ബോധം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഊട്ടിവളർത്തിയില്ലെങ്കിൽ ഏതാനും ദശകങ്ങൾക്കുള്ളിൽ ഭൂമുഖത്തു നിന്ന് തന്നെ മലയാളി സമൂഹം അപ്രത്യക്ഷമാകും. നമ്മുടെ സ്വത്വം നഷ്ടമാകും. അസ്തിത്വമില്ലാത്ത അപ്പൂപ്പൻ താടികളാകും. സ്വന്തം നാടില്ലാത്ത അഭയാർത്ഥികളാവും. മലയാളി എന്ന ഈ മോസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പീഷി അഥവാ അതീവ അസ്തിത്വ ഭീഷണി നേരിടുന്ന സമൂഹമെന്ന നിലയിൽ നിന്നും രക്ഷിച്ച് വേണ്ടവിധം പരിപാലിച്ച് മലയാളി സമൂഹത്തെ എന്നെന്നും ഇവിടെ നിലനിർത്തും എന്നതായിരിക്കണം ഇവിടുത്തെ ഓരോ പാർട്ടിയുടെയും പ്രഖ്യാപിത അജണ്ട. അതിനായി പാർട്ടിദ്വേഷം മറന്ന് ഒന്നിച്ചു പ്രവർത്തിക്കുമെന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തന പരിപാടി.